മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ആ ഒരു എനർജി ലെവൽ ഏതിലാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കും. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആൻഡ് ദെയർ ഫീലിങ്സ് ഫോർ യു. അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ എനർജീസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ഓർ എനർജി. ഓക്കെ, ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഒരുപാട് തരത്തിൽ അവർ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ചെറിയ രീതിയിൽ ഹാപ്പിനെസ് എൻ്റർ ചെയ്യുകയാണ് എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള റെയിൻബോ സയൻസ്, വൈറ്റ് കളറിലുള്ള ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെയും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. സോ കുറച്ചധികം പേർക്കും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊപ്പം ഉണ്ടായിരുന്നത് തന്നെ അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ അവഗണിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ സന്തോഷങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അവരുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു പ്രഷ്യസ്നെസ് എത്രത്തോളം വലുതായിരുന്നു എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ഒരിക്കൽ പോലും അവർ ശ്രമിച്ചില്ല. എപ്പോഴാണോ നിങ്ങൾ ഡിസ്റ്റൻസിലായത് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലായത്, ആ ഒരു സമയം മുതൽ നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ജീവിതത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും, എന്തൊക്കെ കാര്യങ്ങളിലാണ് സന്തോഷം എന്നവർ ധരിച്ചിരുന്നെങ്കിലും അതൊന്നുമല്ല യാഥാർത്ഥ്യം. ശരിക്കും നിങ്ങളുടെ ആ സാമീപ്യം തന്നെയായിരുന്നു അവരുടെ ലൈഫിൽ അത്രയും ഒരു ലൈറ്റായിട്ട് ഉണ്ടായിരുന്നത് എന്ന് അവർ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ അവരിൽ നിന്ന് അകലാനുള്ളൊരു സമയം വരെയും അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോണിക്കോപ്പിയ. അതായത് ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സയൻസ് കൂടിയാണ്. ആ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്, ഇന്നലെ വരെയും നിങ്ങൾ എന്തൊക്കെയാണോ പ്രാർത്ഥിച്ചിരുന്നത്, അതെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ലൈഫിൽ സംഭവിക്കും. ബ്ലോസമിങ് അബൻഡൻസ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ നിമിഷം തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് പോലെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പിരിച്വൽ പാത്ത് തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത്രയും നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ ആ ഒരു പേഷ്യൻസിന് ഇവിടെ വാല്യൂ കൊടുക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ക്ഷമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആങ്ഷ്യസ് ആകുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർ ചിലപ്പോഴെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നത്. അതായത് ഈ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്നാണെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവരുടെ റിയൽ ഫേസ് അവരിപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുമായിട്ടുള്ള മാനസികമായിട്ടും അത്രത്തോളം ആഴത്തിലുള്ള അടുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ മറ്റേതോ ഒരു പാത്തിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അവരൊരിക്കലും നിങ്ങളുടെ മുന്നിൽ വരാനായിട്ടുള്ള ധൈര്യം അവർക്കില്ല. കാരണം അവരുടെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിരിക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ തെറ്റുകൾ പല പ്രാവശ്യവും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ
മറ്റു വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്, മറ്റുള്ള വ്യക്തികളിലൂടെ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത്. സ്റ്റോം വാണിംഗ് കാണിക്കുന്നുണ്ട്. അതായത് കുറേ പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, ഏജ് റിലേറ്റഡ്, ഏജ് ഡിഫറൻസ് ഉണ്ടാവാം ഒരുപാട്. അതുപോലെ മറ്റു വ്യക്തികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും ഹൃദയം തകർന്നു പോകുന്നൊരു വേദന രണ്ടുപേരും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ പാസ്റ്റിലെ ഒന്നിച്ചിട്ടുള്ള വ്യക്തികളാണ്, കഴിഞ്ഞ ജന്മാന്തരങ്ങളായിട്ട് ബന്ധമുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബർത്തിലും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടാനിടയായത്. ഓക്കെ, തീർച്ചയായിട്ടും അത് വീണ്ടും ശക്തമായിട്ടുള്ള എനർജീസിലാണ് വീണ്ടും വരുന്നത്. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ ഈ നിമിഷം എൻ്റെ ആകുന്നു. ചിലപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ആൻഡ് യെസ്, ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അത് ഇപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അവർ അങ്ങനെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്ന സമയം മുഴുവനും അവരുടെ ജീവിതത്തിൽ ഒരു ഇരുട്ട് ബാധിച്ച പോലെ, ശൂന്യത പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ആയിട്ടുള്ളത്. അവരുടെ ജീവിതം തന്നെ ആകെ കെട്ടിവരിഞ്ഞു മുറുക്കപ്പെട്ട പോലെ അവർക്ക് ഫീൽ ആയിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തി പലപ്പോഴും മടിച്ചു നിന്നിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ അവർ അതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ഒരു ആക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.